നമസ്കാരം. റാഫ് ടോക്ക് ഫുട്ബോളിലേക്ക് അവർക്കും സ്വാഗതം. അടുത്ത വേൾഡ് കപ്പിന് ഇനി ഒരു വർഷത്തിൽ കുറഞ്ഞ സമയം മാത്രമേ ബാക്കിയുള്ളൂ. ഇപ്പോൾ ഓൾറെഡി പല ടീമുകളും അടുത്ത വേൾഡ് കപ്പിന് യോഗ്യത ഉറപ്പാക്കി കഴിഞ്ഞു. യൂറോപ്പിലെ ക്വാളിഫയിങ് റൗണ്ടുകൾ ആരംഭിച്ചിട്ടുണ്ടെങ്കിലും യുവേഫ നേഷൻസ് ലീഗിൻ്റെ സെമിയും ഫൈനലൊക്കെ കളിച്ച ടീമുകളുടെ യോഗ്യതാ മത്സരങ്ങൾ ഇനി സെപ്റ്റംബർ മുതലേ ആരംഭിക്കുകയുള്ളൂ. ഏഷ്യയിൽ നിന്നൊക്കെ കുറേ ടീമുകൾ യോഗ്യത നേടിക്കഴിഞ്ഞു. ഏതായാലും ബൃഹത്തായൊരു വേൾഡ് കപ്പാണ്. കഴിഞ്ഞ തവണത്തെ പോലെ 32 ടീമുകളല്ല, പകരം 48 ടീമുകളുള്ള വമ്പൻ വേൾഡ് കപ്പാണ് അടുത്ത വേൾഡ് കപ്പ് നടക്കാൻ പോകുന്നത്. അതാവട്ടെ 3 വ്യത്യസ്ത രാജ്യങ്ങളിലായിട്ടാണ്. മെക്സിക്കോയും USA-യും കാനഡയും ഒരുമിച്ചാണ് അതിന് ആതിഥേയത്വം വഹിക്കുന്നത്. ഇപ്പോഴേ നമ്മൾ ഒരു പവർ റാങ്കിങ്ങും പ്രഡിക്ഷനും ഒക്കെ എടുക്കുന്നതിൽ അർത്ഥമുണ്ടോ എന്ന് ചോദിക്കുന്നവരുണ്ടാകും. പക്ഷേ ഫുട്ബോൾ പ്രേമികൾക്ക് ഇതൊക്കെയാണല്ലോ ആവേശം. നമ്മൾ ഏറ്റവും പുതിയ പവർ റാങ്കിങ് ഒന്ന് പരിശോധിക്കുകയാണ്. അതിൽ 10ാം സ്ഥാനത്ത് വരുന്നത് ഉറുഗ്വേയാണ്. 10 ടീമുകൾ മാത്രമാണ് നമ്മൾ എടുക്കുന്നത്. 10ാം സ്ഥാനത്ത് വരുന്നത് ഉറുഗ്വേയാണ്. ഉറുഗ്വേ 10ാം സ്ഥാനത്ത് എന്ന് പറയുമ്പോൾ ഉറുഗ്വേ ഇപ്പോഴും യോഗ്യത ഉറപ്പിച്ചിട്ടില്ല, പക്ഷേ യോഗ്യത കിട്ടും. 16 കളികളിൽ നിന്ന് 24 പോയിൻറ്റോടെ അവർ വേൾഡ് കപ്പ് ക്വാളിഫയർ റൗണ്ടിൽ ഇപ്പോൾ 4ാം സ്ഥാനത്താണുള്ളത്. ആദ്യ 6 സ്ഥാനക്കാർ അവിടെ നിന്ന് നേരിട്ട് യോഗ്യത നേടും എന്നുള്ളത് കൊണ്ട് യോഗ്യതയുടെ കാര്യത്തിൽ കൺഫ്യൂഷൻസ് ഒന്നുമില്ല. പക്ഷേ അവരുടെ പെർഫോമൻസ് എങ്ങനെയായിരിക്കും എന്നുള്ളത് കാത്തിരുന്ന് കാണണം. 9ാം സ്ഥാനത്ത് മറ്റൊരു ലാറ്റിൻ അമേരിക്കൻ ടീമായിട്ടുള്ള കൊളംബിയയാണ് കൊടുക്കുന്നത്. കൊളംബിയയെ സംബന്ധിച്ചിടത്തോളം നമുക്കറിയാം, അത്ര മികച്ച രൂപത്തിലല്ല ഇപ്പോൾ വേൾഡ് കപ്പ് ക്വാളിഫയറിലുള്ളത്. 16 കളികളിൽ 22 പോയിൻറ്റുമായിട്ട് 6ാം സ്ഥാനത്താണ് വേൾഡ് കപ്പ് ക്വാളിഫയറിലുള്ളത്. വെനിസ്വേലയും ബൊളീവിയയും ഒക്കെ തൊട്ട് പുറകിൽ നിൽക്കുന്നുമുണ്ട്. എന്നാൽ പോലും കൊളംബിയ മുന്നോട്ട് കടക്കും എന്ന് തന്നെയാണ് പ്രതീക്ഷിക്കപ്പെടുന്നത്. ഏതായാലും കൊളംബിയ ക്വാളിഫൈ ചെയ്ത് കഴിഞ്ഞാൽ അവരുടെ ഭാഗത്ത് നിന്ന് മികച്ചൊരു പെർഫോമൻസ് നമ്മൾ പ്രതീക്ഷിക്കണം. ലൂയിസ് ഡയസിനെ പോലുള്ള താരങ്ങൾ അവിടെയുണ്ട് എന്നത് മറക്കേണ്ടതില്ല. ദെൻ നെതർലൻഡ്സാണ് 8ാം സ്ഥാനത്ത്. നെതർലൻഡ്സിനെ സംബന്ധിച്ചിടത്തോളം മികച്ച ടീം അവർക്കുണ്ട്. അവർ വേൾഡ് കപ്പിന് യോഗ്യത നേടും, കിരീടത്തിലേക്ക് പോകുമെന്ന് എല്ലാ തവണയും അവരെത്തുമ്പോൾ ആരാധകർ പ്രതീക്ഷിക്കുന്നതാണ്. ആ ഓറഞ്ച് വസന്തം ഒരിക്കൽ കൂടി കാണാൻ കഴിയുമോ എന്നുള്ളതാണ് ചോദ്യം. ഓറഞ്ച് വസന്തം ഇതുവരെ പക്ഷേ കിരീടത്തിലേക്ക് പോയിട്ടില്ല. ഇത്തവണയെങ്കിലും അത് നടക്കുമോ എന്നുള്ളത് കണ്ടറിയണം. മികച്ച താരങ്ങൾ അവർക്കുണ്ട്. 8ാമതാണ് അവർ. പവർ റാങ്കിങ്ങിൽ 7ാം സ്ഥാനത്ത് വരുന്ന ബ്രസീലാണ്. അവർ ക്വാളിഫൈഡാണ്. ഇത്ര താഴെയോ ബ്രസീൽ എന്ന് ചോദിക്കുന്നവരുണ്ടാകും. ശരിയാണ്, ആഞ്ചലോട്ടി വന്നിട്ടുണ്ട്, കാര്യങ്ങൾ പതിയെ ട്രാക്കിലാവുന്നുണ്ടെങ്കിലും വരും മത്സരങ്ങളിലൂടെ മാത്രമേ കൂടുതൽ വ്യക്തത കാര്യത്തിൽ വരികയുള്ളൂ. നെയ്മർ ജൂനിയറൊക്കെ പരിക്കിൽ നിന്ന് മുക്തനായിട്ട് മടങ്ങി വരുമ്പോൾ കൂടുതൽ ശക്തമാകും ബ്രസീലിന്. അറ്റാക്കിൻ്റെ കാര്യത്തിൽ തർക്കമില്ല. ഏതായാലും ഇപ്പോൾ ബ്രസീൽ ടീമുള്ളത് ഈ ഒരു പവർ റാങ്കിങ്ങിൽ 7ാം സ്ഥാനത്താണ്. 6ാം സ്ഥാനത്താണ് ജർമ്മനിയുള്ളത്. ജർമ്മനിയെ സംബന്ധിച്ചിടത്തോളം മികച്ച താരങ്ങളുണ്ട്. ഫ്ലോറിൻ വേർട്സിനെ പോലുള്ളവരടുത്ത് വേൾഡ് കപ്പിൽ പൊളിച്ചെടുക്കുമെന്ന് പ്രതീക്ഷിക്കാൻ. ജമാൽ മൂസിയാല പരിക്കിൻ്റെ പിടിയിലായിട്ട് പലപ്പോഴും അദ്ദേഹം ബുദ്ധിമുട്ടാറുണ്ട്. ഇപ്പോഴും പരിക്കിൻ്റെ പിടിയിലാണ്. അതിൽ നിന്ന് മുക്തനായിട്ട് അദ്ദേഹം അടുത്ത വേൾഡ് കപ്പിൽ മികവ് കാണിക്കും എന്ന് തന്നെ വേണം കരുതാൻ. 5ാം സ്ഥാനത്താണ് പോർച്ചുഗൽ. നിലവിൽ യുവേഫ നേഷൻസ് ലീഗിൽ കിരീടം ചൂടിക്കൊണ്ട് മികച്ച രൂപത്തിൽ നിൽക്കുന്ന ടീമാണ്. പ്രത്യേകിച്ച് CR7 ഒക്കെ 40ാം വയസ്സിലും കളി തുടരുന്നത് കാണുമ്പോൾ ആ ഒരു അംബീഷൻ അടങ്ങാതെ മനസ്സിലുണ്ട്. വേൾഡ് കപ്പ് എന്ന അംബീഷൻ, അതിലേക്ക് അവർക്ക് എത്താൻ കഴിയുമോ എന്നുള്ളതാണ് ഇനി കണ്ടറിയേണ്ടത്. ഏതായാലും ഇത്തവണ പോർച്ചുഗൽ ഒരു വലിയ കണ്ടൻറ്റേഴ്സ് തന്നെയാണ്. 4ാം സ്ഥാനത്ത് ഇംഗ്ലണ്ട്. പതിവ് പോലെ ഇംഗ്ലണ്ട് സെമി വരെ എത്തിയിട്ട് കലമുടക്കുമോ അത് കണ്ടറിയണം. പക്ഷേ ഒരു തവണ കിരീടം ചൂടിയിട്ടുള്ളവരാണ് അവർ. ഹാരി കെയ്ന് അദ്ദേഹത്തിൻ്റെ കിരീടക്ഷാമമൊക്കെ പോയ സീസണിൽ ബയൺ മ്യൂണിക്കിൽ വെച്ച് തീർത്തതാണല്ലോ. ഇനിയിപ്പോൾ വേൾഡ് കപ്പിലേക്ക് കൂടി മുത്തമിടുമ്പോൾ കാത്തിരുന്ന് കാണണം. എന്തായാലും തോമസ് ടൂഷേലിൻ്റെ കീഴിൽ അവർ കരുത്തോടെ തന്നെയായിരിക്കും എത്തുക. 3ാമത് ഫ്രാൻസ്. ദിദിയർ ദശാമിൻ്റെ കീഴിൽ പതിവ് പോലെ കരുത്തരാണ് അവർ. കിലിയൻ എംബാപ്പയുടെ നേതൃത്വത്തിൽ അവരൊരിക്കൽ കൂടി ആ കിരീടത്തിൽ മുത്തമിടുമോ? ദശാബ് ഏതായാലും നേരത്തെ പ്രഖ്യാപിച്ചിട്ടുണ്ട്, ഈ വേൾഡ് കപ്പോടുകൂടി താൻ പരിശീലക സ്ഥാനത്ത് നിന്ന് പടിയിറങ്ങുകയാണ് എന്ന്. അത് കിരീടം ചൂടിക്കൊണ്ട് രാജകീയമായിട്ടാകുമോ എന്നുള്ളതാണ് കണ്ടറിയേണ്ടത്. 2ാം സ്ഥാനത്ത് ഓൾറെഡി ക്വാളിഫൈഡ് ആയ ടീമാണ് അർജൻറ്റീന. നിലവിലെ ചാമ്പ്യന്മാരായിട്ടുള്ള അർജൻറ്റീന. അവരുടെ ബെസ്റ്റ് പ്ലെയർ ആരെന്ന് ചോദിച്ചപ്പോഴും സ്റ്റിൽ സ്റ്റാർ മാൻ ഈസ് ലിയോ മെസ്സി. മെസ്സിയും ഹുലിൻ ആൽവേരസും ലൗട്ടറോ മാർട്ടിനസും ഒക്കെ ചേർന്ന മുന്നേറ്റ നിര.
ഗോൾ കീപ്പറായിട്ട് എമി മാർട്ടിനസ് തന്നെയായിരിക്കും. ഡിഫൻസിൽ ഓട്ടാമെൻറ്റി ഉണ്ടാകും. മധ്യനിരയിൽ റോദ്രിഗോ ഡിബോളും പരേഡസും ഒക്കെ ഉണ്ടാകും. ഏതാണ്ട് പഴയ താരങ്ങൾ, കഴിഞ്ഞ വേൾഡ് കപ്പ് കളിച്ച സെയിം താരങ്ങളും പിന്നെ കുറച്ച് പുതിയ യുവതാരങ്ങളുടെ ഒരു മിക്സും, അങ്ങനെയായിരിക്കും ലയണൽ സ്കലോനി ടീമിനെ കൊണ്ടുവരിക. പരിചയസമ്പത്തും ഒത്തൊരുമയും അവരുടെ ഏറ്റവും വലിയ കരുത്താണ്. അത് വെച്ചുകൊണ്ട് അവർ USA വെന്നിക്കൊടി നാട്ടിയാലും അത്ഭുതപ്പെടേണ്ടതില്ല. എന്തായാലും പവർ റാങ്കിൽ 2ാമത് അവർ വരുമ്പോൾ 1ാമത് സ്പെയിനാണ്. ഡിലാഫ്യൂണ്ടയുടെ സ്പെയിൻ, ഇപ്പോൾ മിന്നും ഫോമിൽ കളിച്ചുകൊണ്ടിരിക്കുന്ന സ്പെയിൻ, ഒരുപിടി യുവതാരങ്ങളുടെ കരുത്തിൽ കുതിക്കുന്ന സ്പെയിൻ, ലാമിൻ യമാലിനെ പോലുള്ള വണ്ടർ ബോയ് കളിക്കുന്ന സ്പെയിൻ. എന്തായാലും സ്പെയിനിനാണ് അടുത്ത വേൾഡ് കപ്പിൽ ഏറ്റവും അധികം കിരീട സാധ്യത ഈ പവർ റാങ്കിങ്ങിൽ കണക്കാക്കുന്നത്. നിങ്ങൾക്ക് വ്യത്യസ്തമായിട്ടുള്ള അഭിപ്രായങ്ങളുണ്ടാവും, കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. വീഡിയോ സാധിക്കുന്ന ഫുട്ബോൾ ലോകത്തെ കൂടുതൽ വിശേഷങ്ങളുമായി റാഫ് ടോക്സ് എടുത്താം.